ആദ്യം ടൂത്ത് ബ്രഷിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റയിൽ. അപ്പം അവിടുന്ന് വന്നത് ഇത് യൂസ് ചെയ്താൽ വായിക്കാത്ത മുറിവ് പറ്റും, ഇതൊരു കമ്പല്ലേ, തടിയല്ലേ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സാധാരണ. ഇപ്പം എനിക്കാണെങ്കിൽ അങ്ങനെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു ആദ്യം. ചെടികളുടെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അതിനകത്ത് 14K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. അപ്പോൾ ഓൾറെഡി ഐ ഹാവ് എ ഓഡിയൻസ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഓക്കെ ഗ്രീൻ ലവറിന് ഒരു സ്റ്റോർ, ഗ്രീൻ ലവർ സ്റ്റോർ, ഓക്കെ ഗ്രീൻ ലവർ സ്റ്റോർ ആകാം, ആ ബ്രാൻഡ് നെയിം അങ്ങനെ വെച്ചു. അങ്ങനെയാണ് നെക്സ്റ്റ് ടൈം ടൂത്ത് ബ്രഷ് ഇറക്കിയപ്പോൾ അതിൽ ബ്രാൻഡ് ചെയ്തിട്ടാണ് സെല്ല് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ ടൂത്ത് ബ്രഷ് സെല്ലറായി മാറി. ഇപ്പോൾ ഈ ഒരു സമൂഹത്തിൽ നമുക്ക് എവിടെ നോക്കിയാലും നമ്മൾ പ്ലാസ്റ്റിക് കാണും. ഉള്ള പ്ലാസ്റ്റിക്കിന് നമുക്ക് ഒരിക്കലും റിമൂവ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ യൂസേജ് കുറയ്ക്കുക, അല്ലെങ്കിൽ അത് റീസൈക്കിൾ ചെയ്ത് പിന്നെയും യൂസ് ചെയ്യുക, അതേ പറ്റത്തുള്ളൂ. 3-4 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി. പക്ഷേ ഐ ഡിഡ് റീ ഇൻവെസ്റ്റിംഗ്. കാരണം ആ പൈസയൊന്നും ഞാൻ എടുത്തിട്ടില്ല. ബാംബു എന്ന് പറയുന്ന ഒരു ചെടിയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാസ് ആണ്, അതൊരു മരമല്ല. നമ്മുടെ മെജോറിറ്റി പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യുന്നത് ബാംബു യൂസ് ചെയ്തിട്ടാണ്. സാധാ ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ ഇമ്പാക്റ്റ് ഈസ് വെരി ബിഗ്. കാരണം ഒരു സിംഗിൾ പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് ഡീകമ്പോസ് ചെയ്തു പോകാൻ 5000 വർഷം വരെ എടുക്കും. ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ലാഭവിഹിതങ്ങളെക്കുറിച്ചായിരിക്കും ആദ്യം നമ്മൾ ചിന്തിക്കുക. എന്നാൽ തൻ്റെ 16-ാമത്തെ വയസ്സിലൊരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിലാവണമെന്ന് ആഗ്രഹിച്ച ഒരു യുവാവ്, 21 വയസ്സ് മാത്രം പ്രായമുള്ള പത്തനംതിട്ട സ്വദേശിയായ ആകാശ് അഖിലേഷിനെയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. വെൽക്കം ആകാശ്. ആകാശ്, ഒരു കൊറോണ കാലത്താണല്ലോ തൻ്റെ ആദ്യത്തെ ബിസിനസ് സംരംഭം, അതും 16-ാമത്തെ വയസ്സിലാണ്. 17. ഓക്കെ. അപ്പോൾ 17-ാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു ചിന്ത എങ്ങനെയാണ് മനസ്സിൽ വന്നത്? ലോക്ക്ഡൗൺ ടൈം ആയിരുന്നു. നമ്മൾ ഫോണിലായിരുന്നു ഫുൾ ടൈം നോക്കുന്നത്. ലൈക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ എപ്പോഴോ യൂട്യൂബ് സ്ക്രോൾ ചെയ്തപ്പോഴാണ് ബാംബു ടൂത്ത് ബ്രഷിനെ കുറിച്ച് അറിയുന്നത്. അപ്പം അന്ന് ചിന്തിച്ചു, നമ്മുടെ നാട്ടിൽ നോക്കിയപ്പോൾ എല്ലാവരും സാധാ ടൂത്ത് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനൊരു മാർക്കറ്റ് അവിടെ കണ്ടു. മാർക്കറ്റിലുപരി പ്രകൃതി സൗഹാർദ്ദം അല്ലെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണ്, പ്രകൃതിക്കൊരു ദോഷം ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെങ്ങനെ നമുക്ക് നാട്ടിൽ എത്തിക്കാം. അങ്ങനെയാണ് ഞാൻ ഒരു സെല്ലറിനെ കണ്ടുപിടിക്കുന്നതും. അപ്പം റിസ്ക് എടുത്ത് പുള്ളിക്ക് പൈസ അയച്ചു കൊടുത്തു. ബിസിനസ് എന്താണെന്നൊന്നും അറിയത്തില്ല. അന്ന് ഞാൻ ചെയ്യുന്ന ബിസിനസ് ആണെന്നോ ഒരു ഐഡിയ ഇല്ല. ഞാൻ വിചാരിച്ചത് ബിസിനസ് എന്നത് ലൈക്ക് നമ്മൾ കുറച്ച് പ്രൈസ് കുറച്ച് സാധനം വാങ്ങിക്കുന്നു, ആൻഡ് അത് കൂട്ടി വിൽക്കുന്നു, ആൻഡ് വി ആർ ഗെറ്റിംഗ് എ സ്മോൾ സോർട്ട് ഓഫ് പ്രോഫിറ്റ്. അതാണ് ബിസിനസ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ദ ഗെയിം വാസ് നോട്ട് ദാറ്റ് ഈസി. അല്ലെങ്കിൽ അതല്ലായിരുന്നു ബിസിനസ്. അപ്പം പൈസ അയച്ചു കൊടുത്തു, റിസ്ക് എടുത്തു. 2000 രൂപ അച്ഛൻ്റെ അമ്മയുടെ നിന്ന് കൊടുക്കുന്നു. പൈസ കൊടുക്കുന്നു, അവർ സാധനം എത്തിക്കുന്നു. ബ്രാൻഡിങ് ഒന്നുമില്ല അന്ന്, ജസ്റ്റ് ഈ ഒരു ബ്രാൻഡ് കാര്യങ്ങളൊന്നുമില്ല. അന്ന് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഉള്ള കാലമാണ്. അപ്പോൾ അതിലിങ്ങനെ ചെടി വിൽക്കുന്നു വാങ്ങിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. വീട്ടിൽ അമ്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ജസ്റ്റ് ഇതിലൊന്ന് ഇട്ട് നോക്കാം. അമ്മയ്ക്ക് ബിസിനസ് ഉണ്ടോ? ഇല്ല, അമ്മ വാങ്ങിക്കും. അതെ, അങ്ങനെ ഇട്ട് നോക്കാം. അപ്പോൾ ഇട്ടപ്പം ഒരു 1 വീക്ക് 2 വീക്സ് കൊണ്ട് തന്നെ അത് 100 പീസ് ഓഫ് ടൂത്ത് ബ്രഷ് സെയിലായിപ്പോയി. അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. അപ്പം ഈ പ്രകൃതി സൗഹൃദം അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം എന്താ? എന്തായാലും ഇപ്പൊ എല്ലാത്തിലും ഇപ്പം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം ഇങ്ങനൊരു സംഭവം നമ്മൾ സംരംഭം കൊണ്ടുവന്നാൽ അത് വിജയിക്കും. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു മോറൽ സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രചോദനം എന്തായിരുന്നു? അങ്ങനെ ഒരു പ്രചോദനം, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വിജയിക്കുമെന്നോർത്ത് തുടങ്ങിയതല്ല, ഒരു തോട്ടും ഇല്ലാതെ തുടങ്ങിയ സാധനമാണ്. അല്ലെങ്കിൽ ഇതിപ്പം ഒരു ഹോബി ആയിട്ടോ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ടൈം എന്ന് തീരുന്നോ അന്ന് വെച്ച് നിർത്തണമെന്നോ അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെന്നൊന്നും ചിന്തിച്ചിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിനൊരു മാർക്കറ്റ് ഉണ്ട്, ആൾക്കാർ നെഗറ്റീവ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാറ്റി കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. എന്തുകൊണ്ട് ആൾക്കാർക്ക് യൂസ് ചെയ്ത് കൂടാ എന്ന് ചിന്തിച്ചു. പിന്നെ ചെറുപ്പം മുതലേ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഐറ്റംസ്, അല്ലെങ്കിൽ എൻ്റെ ബാഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ കഴിച്ച ലേസിൻ്റെ കവർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം ആ ഒരു തോട്ടായിരിക്കാം ഈ ഒരു പ്ലാസ്റ്റിക് ഫ്രീ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കണം എന്നൊരു ചിന്ത. ഇപ്പം 4 വർഷം ആവുന്നു ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് പടിപടിയായി ഇങ്ങനെ വളർന്നു വരുന്നു. അത് ഏതെങ്കിലും ഒരു ദിശയിൽ വന്നിട്ട് അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അല്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ അത് നിർത്താമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ വീണ്ടും അത് ഇപ്പോൾ ആ ഒരു ലോക്ക്ഡൗൺ കാലത്തുനിന്ന് ഈ ഒരു സമയം 2025 വരെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? ആദ്യം 2021 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞ് എൻ്റെ +2 സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സിംഗിൾ പ്രൊഡക്റ്റ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ബ്രാൻഡിങ് ഇല്ല, ഒന്നുമില്ല. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ ഓർഡർ ചെയ്തപ്പം എനിക്ക് നേരത്തെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ഗ്രീൻ ലവർ എന്നാണ് അതിൻ്റെ പേരും. അത് ഞാൻ ലോക്ക്ഡൗൺ ടൈമിൽ ജസ്റ്റ് ഇങ്ങനെ വീട്ടിൽ അമ്മ കുറേ ചെടികളൊക്കെ വളർത്തും. അപ്പോൾ അങ്ങനെ ചെടികളുടെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അതിനകത്ത് 14K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. അപ്പോൾ ഓൾറെഡി ഐ ഹാവ് എ ഓഡിയൻസ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഓക്കെ ഗ്രീൻ ലവറിന് ഒരു സ്റ്റോർ, ഗ്രീൻ ലവർ സ്റ്റോർ, ഓക്കെ ഗ്രീൻ ലവർ സ്റ്റോർ ആകാം, ആ ബ്രാൻഡ് നെയിം അങ്ങനെ വെച്ചു. അങ്ങനെയാണ് നെക്സ്റ്റ് ടൈം ടൂത്ത് ബ്രഷ് ഇറക്കിയപ്പോൾ അതിൽ ബ്രാൻഡ് ചെയ്തിട്ടാണ് സെല്ല് ചെയ്ത് തുടങ്ങിയത്.
അങ്ങനെ ടൂത്ത് ബ്രഷ് സെല്ലറായി മാറി. ലൈക്ക് ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതലും പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓർഡേഴ്സ് എടുത്തു തുടങ്ങിയത്. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ടൂത്ത് ബ്രഷ് മാത്രം പോരാ, കുറച്ച് പ്രൊഡക്ട്സും കൂടെ ആഡ് ചെയ്യാം. പക്ഷേ പ്രൊഡക്ട്സ് ആഡ് ചെയ്യുമ്പോഴും അത് നമ്മുടെ ഈ ഒരു ബാംബൂ ബേസ്ഡ് പ്രൊഡക്ട്സ് ആയിരിക്കണം, ഈ ഒരു തീമിനോട് യോജിച്ച് നിൽക്കുന്ന ആയിരിക്കണമെന്ന് ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ മാനുഫാക്ചറർ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലത്തെ പ്രൊഡക്ട്സ് വേണം, ഹൗസ് ഹോൾഡ് ഡെയിലി യൂസ് ബാംബൂ പ്രൊഡക്ട്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ബാംബൂ കപ്പ്, ബാംബൂ ഡയറി, ബാംബൂ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ ഈ 2025 ആകുമ്പം ഫസ്റ്റ് നമ്മൾ ബ്രാൻഡിങ് ഇല്ലാതെ ചെയ്ത ടൂത്ത് ബ്രഷ് ഇപ്പോൾ വെൽ ബ്രാൻഡഡ് ആയിട്ട് സൗദി, ദുബായ്, കുവൈറ്റിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ബാംബൂ പ്രൊഡക്ട്സിനെ കുറിച്ച് പറഞ്ഞു. ബാംബൂ പ്രൊഡക്ട്സ് മാത്രമല്ലാതെ വേറെ ഞാൻ കേട്ടത് നീം, കോംബ് അങ്ങനത്തെ യെസ് ഉള്ള യെസ് സംഭവങ്ങളും ഉണ്ട്. ഉണ്ട്. അപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് ഈ കസ്റ്റമേഴ്സിൽ എത്തിച്ചത്? എങ്ങനെയാണ് ആ വിശ്വാസം, കസ്റ്റമേഴ്സിന്റെ ഒരു വിശ്വാസം നമ്മൾ വേണം, അത് വാഗൊണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ല യെസ്. അഡ്വർടൈസ് ആയിട്ടൊക്കെ പോകണം, അഡ്വർടൈസ്മെന്റ് ഒക്കെ ആയിട്ട് പോകണം, ആഡ് ആയിട്ട് പോകണം. അപ്പം അതിനൊക്കെ എന്തായിരുന്നു ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ട് ചെയ്തത് ടൂത്ത് ബ്രഷ് ആയിരുന്നു. അപ്പം നെക്സ്റ്റ് ഞാൻ ഇറക്കിയത് പ്രൊഡക്റ്റ് തന്നെ നീം വുഡ് ആൻഡ് കോംബാണ്. അപ്പം സാധാരണ എല്ലാവരും പ്ലാസ്റ്റിക് കോംബാണ് യൂസ് ചെയ്യുന്നത്, അതെ. എല്ലാവരും മെജോറിറ്റി നോക്കുവാണെങ്കിൽ. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കൂടിപ്പോൾ ഒരു വർഷം യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ പുതിയത് വാങ്ങിക്കുന്ന പോലും അവർ അറിയുന്നില്ല. ചീപ്പ് നമ്മൾ വാങ്ങിക്കുന്നത് അറിയുന്നില്ല, നമ്മൾ വാങ്ങിക്കും. അപ്പം ഞാൻ ചിന്തിച്ചത് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നീം കോംബ് ഓൾറെഡി മാർക്കറ്റിലുണ്ട്, പക്ഷേ കേരളത്തിൽ അങ്ങനെ സുലഭമായിട്ട് കിട്ടിയിരുന്നില്ല അത്. ഞാൻ ചിന്തിച്ചത് അത് ഇറക്കാം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ട് പ്ലാസ്റ്റിക് കോമ്പിൽ, അപ്പോൾ ഈ ഒരു വുഡൻ കോമ്പിൽ വരുമ്പോൾ അതില്ല. എന്ന് വെച്ചാൽ നമ്മുടെ മുടിയിഴകൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് അവിടെ കുറവാണ്. പിന്നെ അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, കുറച്ച് ആയുർവേദിക് പ്രോപ്പർട്ടി ഉണ്ട് നീമിന് തന്നെ. അപ്പം അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കുമ്പം ആൾക്കാരുടെ ഒരു ക്രെഡിബിലിറ്റി കിട്ടാൻ വേണ്ടി ഇൻസ്റ്റഗ്രാമാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഒരു വലിയ പ്രായമൊന്നും ഇല്ലാത്ത, വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആള് ഇങ്ങനെ ഒരു സംഭവം സ്വന്തമായിട്ട് തുടങ്ങാണ്. അപ്പോൾ അതിന് കുറേ ആൾക്കാർ കാണുമല്ലോ, നമ്മൾ അയ്യോ നീ ഇത് ചെയ്താൽ ശരിയാവില്ല, നിനക്ക് ഈ വഴി അല്ലാതെ വേറെ നിനക്ക് തിരഞ്ഞെടുത്തൂടെ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരും. പക്ഷേ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ ഒരു കുറവ് വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിനെയൊക്കെ എങ്ങനെയാണ് നേരിട്ട് പോയത്? ഫസ്റ്റ് തുടങ്ങിയപ്പോഴേ എനിക്കൊരു മെൻറ്ററിനെ വേണമായിരുന്നു. അല്ലെങ്കിൽ എനിക്കിതൊക്കെ പറഞ്ഞു തരാം. ഞാൻ ഇത് ചെയ്യുന്നത് ബിസിനസ് ആണെന്ന് അറിഞ്ഞു തന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ബിസിനസ് അറിയുന്നില്ല എന്താണെന്ന് എനിക്ക്. ചുമ്മാ തുടങ്ങാം. അതെ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാ. പിന്നെ ഞങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പോൾ എനിക്കൊരു മെൻറ്ററിനെ വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഒരാളെ അപ്രോച്ച് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞത് ഫസ്റ്റ് നീ പോയൊരു BBA ഡിഗ്രി എടുക്കുക, അല്ലെങ്കിൽ MBA ഒക്കെ കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന്. അപ്പോഴേ എനിക്ക് ഭയങ്കര നെഗറ്റീവായി. കാരണം ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് പുള്ളിയുടെ അടുത്ത് ചോദിച്ചു. ഓക്കെ, എനിക്കൊരു മെൻറ്ററിനെ കിട്ടും, പറഞ്ഞു തരും ഇത് ബിസിനസ്സാണ്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ എനിക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടുന്ന് കിട്ടിയത്. പിന്നെ എനിക്കൊരു വാശിയായിരുന്നു. കാരണം എന്താ ഇത്ര എത്തിയല്ലോ, നമ്മളിപ്പം ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് പുതിയ കാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു റിസ്ക് എടുത്താൽ എനിക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകണം. അതായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റിക് ഫ്രീ എന്നൊക്കെ എല്ലാവരും പറയും. ഇപ്പോൾ നമ്മൾ വുഡൻ അത് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാംബു കൊണ്ട് ചെയ്യുന്നു. പിന്നെ മെജോറിറ്റിയും ബാംബു ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. പക്ഷെ എന്നാലും നമുക്ക് മുഴുവനായിട്ട് അതൊരു പ്ലാസ്റ്റിക് ഫ്രീ ആണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പറയുന്നത് 100% ഇക്കോ ഫ്രണ്ട്ലി ആണെന്നാണ് പറയുന്നത്. ലൈക്ക് സസ്റ്റൈനബിൾ പ്രൊഡക്ട്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബാംബൂ കപ്പ് എടുത്തു കഴിഞ്ഞാൽ ലിഡ് നമ്മൾ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കാണ് ചെയ്യുന്നത്. അതായത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കാണ് ചെയ്യുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. റീസൈക്കിളബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അല്ല. നമ്മൾ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ആണ് റിമൂവ് ചെയ്തിട്ട് അവിടെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന റീസൈക്കിളബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിലൊരു 1% മാത്രം നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഈ ഒരു സമൂഹത്തിൽ നമുക്ക് എവിടെ നോക്കിയാലും നമ്മൾ പ്ലാസ്റ്റിക് കാണും. ഉള്ള പ്ലാസ്റ്റിക്കിന് നമുക്ക് ഒരിക്കലും റിമൂവ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ യൂസേജ് കുറയ്ക്കുക, അല്ലെങ്കിൽ അത് റീസൈക്കിൾ ചെയ്ത് പിന്നെയും യൂസ് ചെയ്യുക, അതേ പറ്റത്തുള്ളൂ. ഇപ്പം ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ യെസ്. ഒരു സ്ഥാനം നേടാൻ കഴിഞ്ഞു. ആ ഒരു അനുഭവം അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാൻ ഓൾറെഡി അത് അപ്ലൈ ചെയ്യണം നമുക്കത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടാനായിട്ട്. അപ്പം ഞാൻ കുറേ നോക്കിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത്, ഈ ഒരു ടൈറ്റിൽ ഇതുവരെ റെക്കോർഡ് ആർക്കും ഇല്ല, അപ്പോൾ അതിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, കിട്ടിയാലോ. അപ്പം ഇതൊക്കെ നമുക്ക് കിട്ടുമോ എന്ന് പറഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ കിട്ടി. ഒരു വർഷം വെയിറ്റ് ചെയ്തു. അത് അപ്ലൈ ചെയ്തിട്ട് ഞാനത് വിട്ടു. കാരണം പിന്നെ എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് കോൾ വന്നു, ഇതുപോലെ ഇതായിട്ടുണ്ട്, കിട്ടിയിട്ടു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം എൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫോർ ദ യങ് ഓണ്ടർപ്രണർ ഇൻ ഇന്ത്യ ഹു ഈസ് പ്രൊമോട്ടിങ് ഇക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ പ്രൊഡക്ട്സ്. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും യുവ സംരംഭകനായിട്ടുള്ള ആള് ഇക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ആ ഒരു ടൈറ്റിലാണ് കിട്ടിയത്. ഇപ്പം ചെങ്ങന്നൂരാണ് ആകാശിന്റെ സ്ഥലം. അതെ. അപ്പം അവിടുന്നാണ് ഇത് തുടങ്ങി വെച്ചത്.
അപ്പോൾ ആകാശ് മുന്നേ എന്നോട് പറഞ്ഞിരുന്നു വീട്ടിലൊരു ചെറിയൊരു രീതിയിൽ തുടങ്ങി യെസ്, യെസ്. ഓൺലൈനിലായിരുന്നു. അതെ. അപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ ദുബായ് വരെ എത്തി നിൽക്കുന്നു. ഈ ഒരു വിൽപ്പന ദുബായിൽ വരെ പോയി. യെസ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതിന്റെ ഒരു വിപണി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇനി അതിനകത്ത് കൂടുതൽ നമ്മുടെ ആൾക്കാരെ തന്നെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരിൽ കൂടുതൽ ഈ ബാംബു ബ്രഷ് ആവട്ടെ, എന്താണ് ആ, ആര്യവെപ്പല്ലേ, അതെ, അതെ. ആര്യവെപ്പ് കൊണ്ടുള്ള ചീപ്പ് ആവട്ടെ, അതൊക്കെ അവരിൽ എത്തിക്കാനായിട്ട് എന്താണ് ചെയ്യുന്നത്? ഇപ്പം കറന്റ്ലി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഈ ഓഫീസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കൊരു ടീം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ തന്നെയായിരുന്നു. ഒരു 1 മന്ത് ഷോ ആയിരുന്നു. ഫസ്റ്റ് ഒരു 2 ഇയേഴ്സ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതിലോട്ട് കാരണം ഞാൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. നമ്മളൊരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും ടീം ഉണ്ടെങ്കിലായിരിക്കും കുറച്ച് നന്നായിട്ട് നടക്കുന്നത്. അപ്പം അങ്ങനെ വീട്ടിൽ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഞാനൊരു ഓഫീസ് സ്പേസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിനോവേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ B2B ചെയ്യുന്നത്, അതായത് ബിസിനസ് ടു ബിസിനസ്. നമ്മൾ ഹോട്ടൽസ് ആൻഡ് റിസോർട്ടിലോട്ട് ഡിസ്പോസബിൾ ആയിട്ട് എല്ലാവരും അവിടെ പ്ലാസ്റ്റിക് പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു റൂം എടുത്തു കഴിഞ്ഞാലും അവിടെ അതായത് ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, അതുപോലെ കോമ്പ് ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ വെച്ചേക്കുന്നത്. അപ്പം ഒരാൾ യൂസ് ചെയ്ത് കഴിയുമ്പം അവിടുന്ന് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് വേസ്റ്റ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഡിസ്പോസബിൾ ആയിട്ടുള്ള ബാംബു പ്രൊഡക്ട്സ് വെക്കാം. അപ്പം അങ്ങനെ ഒരു ഇന്നോവേഷൻ നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റും. കേരളത്തിൽ അങ്ങനെ അത്ര ഇതായിട്ടില്ല. ഒരു 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ മാത്രമേ ഇപ്പം കണ്ടുവരുന്നുള്ളൂ. പിന്നെ ഡയറക്റ്റ് ടു കസ്റ്റമർ അത് ചെയ്യുന്നത് ഫുൾ ഓൺലൈനാണ് ചെയ്യുന്നത്. നമുക്ക് ഓൺ ഷോപ്പ് ഇതുവരെ വന്നിട്ടില്ല. കുറേ ഫ്രാഞ്ചൈസി എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഇനി ഭാവിയിൽ അതായത് ഇപ്പൊ നമ്മളൊക്കെ സാധാരണ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുന്നു. അപ്പൊ ഈ ഒരു ബാംബു ബ്രഷ് ഒക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് ഉപയോഗിച്ചാൽ അത് എത്രമാത്രം ഉപയോഗപ്രദമായിരിക്കും, അത് എത്രമാത്രം നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തിന് അത് എത്ര നല്ലതായിരിക്കും. ഇതൊക്കെ സാധാരണക്കാരിൽ എത്തുമ്പോൾ കുറെ അറിവുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഇപ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാർ മുതലാണല്ലോ നമ്മുടെ കസ്റ്റമറായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരിൽ ഇതിന്റെ ഒരു വിശ്വാസ്യത കൊണ്ടെത്തിക്കാൻ, അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് യൂസ് ചെയ്താൽ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ അത് കണക്ക് തന്നെ ഇങ്ങനെ ഇത് ഉപയോഗിച്ചാൽ ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് അവരിലെ ആ ഒരു വിശ്വാസം നേടിയെടുക്കാനായിട്ട് എന്താ ചെയ്തത്, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ആദ്യം ടൂത്ത് ബ്രഷിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റയിൽ. അപ്പം അവിടുന്ന് വന്നത് ഇത് യൂസ് ചെയ്താൽ വായിക്കകത്ത് മുറിവ് പറ്റും, ഇതൊരു കമ്പല്ലേ, തടിയല്ലേ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സാധാരണ. ഇപ്പം എനിക്കാണെങ്കിൽ അങ്ങനെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ അവർക്ക് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വീഡിയോസ് ചെയ്തു. അപ്പം ഓൾറെഡി നമുക്ക് ഡെന്റിസ്റ്റിൻ്റെ ഒക്കെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് പറഞ്ഞു ഓൾറെഡി ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റ്, നമുക്ക് പുറത്ത് ഫോറിൻ കൺട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്തിട്ട് അവരിതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊന്നും അങ്ങനെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളില്ല. നമുക്ക് പുതിയൊരു കാര്യത്തിലോട്ട് മാറുമ്പോൾ എപ്പോഴും ആൾക്കാർക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് നെഗറ്റീവ് അല്ല അത്. അപ്പം ഞാൻ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ചെയ്തിട്ടു ഇതിനെപ്പറ്റി ഇങ്ങനല്ല. അപ്പം ആൾക്കാർക്ക് ഓൾറെഡി അതിന് മനസ്സിലായി കാര്യങ്ങൾ, അവർ അവെയറായി ആൾക്കാർ. അങ്ങനെയാണ് ഇപ്പം സെല്ലിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര് എന്ത് പേരിലാണ് നമ്മളത് ഇപ്പം മാർക്കറ്റിൽ എത്തിക്കുന്നത്? ഏത് പേരിലാണ് പ്രോഡക്ട്സ് എല്ലാം? ഇപ്പം ഗ്രീനക്ക് എന്ന് പറയുന്ന പേരിലാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രീനക്ക് ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് അങ്ങനെയാണ്. അപ്പോൾ ഒരു 16-ാമത്തെ വയസ്സിൽ ഇങ്ങനെ തുടങ്ങി. അപ്പോൾ നമുക്ക് അത്രയും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം ഇങ്ങനൊരു ബിസിനസ്സിലേക്ക് വന്നു. അപ്പോൾ പിന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളും ഇതും എല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? +2 സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ഡിഗ്രിക്ക് ഞാൻ പോയി. അപ്പോഴും എൻ്റെ കോളേജിലാണെങ്കിലും അവിടെ EDC എന്ന് പറഞ്ഞ സെല്ലുണ്ട്, അതായത് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൽ. അപ്പോൾ അവിടെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് ലീവൊക്കെ തരും നാട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും. പിന്നെ ഓൺലൈൻ ആയിരുന്നല്ലോ നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്ര റിസ്ക് കാര്യങ്ങളോ അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടില്ല. ഓർഡേഴ്സ് വരുന്നു അയച്ചു കൊടുക്കും. പിന്നെ ഓർഡേഴ്സ് വരാനെടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഇപ്പോൾ ഒരു ഓർഡർ വേണമെങ്കിൽ നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. അതിൻ്റെ ബാക്കിൽ കുറേ കാര്യങ്ങളുണ്ട്. മാർക്കറ്റിംഗ് ചെയ്യണം, ഡെയിലി പോസ്റ്റ് ചെയ്യണം, ആൾക്കാരുടെ ക്വറീസിന് ആൻസർ കൊടുക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടീം ഉണ്ടായി. സോ അവരാണ് എല്ലാം ഹാൻഡിൽ ചെയ്തത്. പിന്നെ എനിക്ക് കോളേജ് എൻ്റെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതായത് ഇപ്പം ആകാശ് ഇപ്പോൾ ആ ഒരു ബിസിനസ് അതിൻ്റെ ഒരു നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവരാണ്. അപ്പൊ ആകാശിനെ മാതൃകയാക്കാനായിട്ട് കുറെ ആൾക്കാർ ചിലപ്പോൾ ശ്രമിച്ചേക്കാം. അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു ഇപ്പം ജെൻ ആൽഫ എന്നോ നമ്മൾ ജെൻ ഇസഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ടോ, ഈ കുട്ടികളെ കൊണ്ടൊന്നിനും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഉത്തരവാദിത്ത ബോധമില്ലാതെ പോകുന്നു. അപ്പോൾ അതിനൊക്കെ എന്താണ്, അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെ വേറൊരു വിഭാഗം, ഏതോ ഒരു വിഭാഗം ചെയ്യുന്നതല്ല, അല്ലാതെ മെജോറിറ്റിയും നാളത്തെ എന്താണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ പിയർ ഗ്രൂപ്പ്സിന് എന്താണ് ആകാശിന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്?
എന്താണ് ആകാശിന് അവരോട് പറയാനുള്ളത്? അല്ലെങ്കിൽ ഇങ്ങനൊരു സംരംഭത്തിലേക്ക് കടന്നാൽ ഈ വരുന്ന നെഗറ്റീവ്സ് അല്ലെങ്കിൽ വരുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ എങ്ങനെ എന്താണ് മറികടക്കണം? അവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പം ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ കുറേ പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ലൈക്ക് ഡേ വൺ ഓഫ് സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ് എന്ന് പറഞ്ഞാൽ അവർ ഡോക്യുമെന്റ് ചെയ്യും അവരുടെ ജേർണി. അപ്പോൾ അവർക്ക് അത്രയും ക്രെഡിബിലിറ്റി കൂടും അവിടെ. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഡോക്യുമെന്റ് ചെയ്യുക നിങ്ങളുടെ ജേർണി. പിന്നെ ഏറ്റവും അതായത് ഇതിൽ ഡെഡിക്കേറ്റീവ് ആണെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇപ്പം 9 to 5 ജോബ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അവർക്ക് അവരുടെ മോട്ടീവ് എന്ന് വെച്ചാൽ ഒത്തിരി പൈസ ഉണ്ടാക്കണം. ജസ്റ്റ് ഫോർ മണിയാണ് എല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പം 3, 4 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി. പക്ഷേ ഐ ഡിഡ് റീഇൻവെസ്റ്റിംഗ്. കാരണം ആ പൈസയൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ ബിസിനസ്സിലോട്ട് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് ഈസ് നോട്ട് യുവർ തിങ്. കാരണം 9 to 5 ജോബ് ചെയ്യുവാണെങ്കിൽ അതിൽ 9 മണി മുതൽ 5 മണി വരെ ഉള്ളൂ ആ ജോബ്. പക്ഷേ ബിസിനസ് ചെയ്യുവാണെങ്കിൽ 24/7 നിങ്ങൾ അതിൽ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അതിലുള്ള റിസൾട്ട് കിട്ടിയില്ലെങ്കിലും അത് നിങ്ങളുടെ ഇതാണ്. പക്ഷേ 9 to 5 ജോബ് ചെയ്ത് ഓൾറെഡി മാസം 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി സാലറി വരും. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. സോ ഡെഡിക്കേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ബിസിനസ് തിരഞ്ഞെടുക്കുക. പിന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം. റിസ്ക് ഈസ് ദ തിങ്. കാരണം റിസ്ക് എടുത്താലേ ഇതിലെന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഇപ്പം എൻ്റെ അടുത്ത് ആകാശ് പറഞ്ഞു, ആകാശിന് ബിസിനസ്സിൽ നേരത്തെ ഒരു അങ്ങനെ കുടുംബത്തിലും ആരുമില്ല, ആകാശം പിന്നെ ആ ഒരു പ്രായമാണ്. അപ്പോൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പ്രകൃതിയുമായിട്ട് നേരിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയുമായി അടുത്ത പ്രകൃതി സൗഹൃദമായ അങ്ങനൊരു തോട്ട് വന്നില്ലേ? അപ്പം വീട്ടിലിങ്ങനെ ആരെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ടവരോ അങ്ങനെ എന്തെങ്കിലും എന്താണ് ഫാമിലി പരമായി തന്നെ കുടുംബപരമായി തന്നെ അങ്ങനെ എന്തെങ്കിലും റിലേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വീട്ടിലങ്ങനെ ഇല്ല. എൻ്റെ അമ്മയുടെ അച്ഛൻ കൃഷി ചെയ്യുന്ന ഒരാളായിരുന്നു. കാരണം എക്സ് സർവീസ് ആണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫുൾ കൃഷി പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ അപ്പൂപ്പൻ്റെ കൂടെ എന്നും വൈകുന്നേരം പോവും. വയലിൽ പോവും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതെ. അല്ലാതെ നമ്മൾ കൃഷി ബാക്ക്ഗ്രൗണ്ട് ഒത്തിരി അങ്ങില്ല. ജസ്റ്റ് പക്ഷേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ പ്ലാന്റ്സ് വളർത്താനും അല്ലെങ്കിൽ ഈ മരങ്ങൾ, ചെടികൾ, പച്ചപ്പ് സംഭവമൊക്കെ. അപ്പൊ നമ്മളിപ്പം ഇപ്പൊ ഈ പ്ലാന്റ് ഓറിയന്റഡ് ആയിട്ടാണല്ലോ ഉം. പ്രകൃതി സൗഹൃദമായിട്ട് എല്ലാം ഇപ്പൊ ബാമ്പു ആണെങ്കിൽ മുളച്ചെടികൾ ഉം. അപ്പോൾ മറ്റ് സാമഗ്രികളൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ഓരോ അതെ. ചെടികളുമായി ബന്ധപ്പെട്ട സംഭവം. അപ്പം ഈ സ്വാഭാവികമായി ഉണ്ടോയെന്ന് സംശയം. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവയൊക്കെ നമ്മൾ ഉം. വെട്ടിമുറിച്ച് ഉം. അതില്ലാതാക്കുകയല്ലേ ആ. നമ്മൾ ഈ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനെ കുറിച്ച് അങ്ങനെ ഒരു കുറേ സംശയം പേര് തോന്നിയാൽ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഡീഫോറസ്റ്റേഷൻ ചെയ്തിട്ടല്ലേ അതെ ഈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് ഇക്കോ ഫ്രണ്ട്ലി ഇക്കോ ആവുന്നതെന്ന്. ഫ്രണ്ട്ലി ആവുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ബാംബു എന്ന് പറയുന്ന ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു ഗ്രാസ് ആണ്. അതൊരു മരമല്ല. നമ്മുടെ മെജോറിറ്റി പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യുന്നത് ബാംബു യൂസ് ചെയ്തിട്ടാണ്. അപ്പം പറയാനുള്ളത് ബാംബു ഒരു മരമല്ല, അതൊരു ഗ്രാസ് ആണ്. അപ്പോൾ അത് എന്ന് വെച്ചാൽ അതിപ്പം പുല്ല് വിഭാഗത്തിൽ അതെ, പുല്ല് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അപ്പോൾ അത് മുറിച്ച് കഴിഞ്ഞാലും ഡെയിലി 2 to 3 ഫീറ്റ് വളരാൻ അതിന് കപ്പാസിറ്റി ഉണ്ട്. അപ്പം മുറിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനത്തെ അതെ. പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. അപ്പൊ ഇനിയിപ്പം ഒരു ഗ്രൂപ്പുണ്ട് കൂടെ എന്ന് പറഞ്ഞ ടീമുണ്ട് കൂടെ എന്ന് യെസ്. പറയുന്നു. അപ്പൊ ഇനി ഈ ഒരു ബിസിനസ് കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അടുത്ത എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് മനസ്സിലൊരു പ്ലാൻ വെച്ചിരിക്കുന്നത്? മനസ്സിൽ ഇപ്പം പ്ലാൻ എന്ന് പറയുന്ന ഒരു ഓഫീസ് സെറ്റ് ചെയ്യുക എന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ കേരളത്തിൽ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്ട്സ് ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രീമിയം ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റോറും പിന്നെ സൂപ്പർ മാർക്കറ്റ്സ് ആണ്. പിന്നെ ജിയോ മാർട്ട് ഉണ്ടല്ലോ. സോ അവിടെയൊക്കെ പ്രപ്പോസൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇതുവരെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഭാവിയിൽ ചെയ്യും ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ വിത്തിൻ 5 to 6 ഇയേഴ്സ് ഒരു ഫ്രാഞ്ചൈസി മോഡൽ എന്തായാലും വരും. ലുലു അതുപോലുള്ള ഇതിൽ നമ്മുടെ പ്രൊഡക്ട്സ് എന്തായാലും എത്തും. ഓക്കെ. വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ? യെസ്. ഇപ്പൊ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. ഞാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ ആ, ടൂത്ത് ബ്രഷ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. വീട്ടിലെല്ലാരും അതെ, വീട്ടിലെല്ലാവരും യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. ചെയ്യും. ഓക്കെ. ഇപ്പം വേൾഡ് വൈഡ് ആയിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ കണക്ക് ദുബായ് വരെ എത്തി നിൽക്കുകയാണ് സെല്ലിങ്. അതിന്റെ ഒരു കസ്റ്റമർ അവിടം വരെ എത്തി. അപ്പം അതിൽ നിന്നൊരു ഫീഡ്ബാക്ക് അവർ അയക്കും. അപ്പം ആ ഫീഡ്ബാക്ക് എങ്ങനെയാണ് നേരിട്ട് അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടോ? അല്ലെങ്കിൽ പേജിൽ തന്നെ അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണ് അവരിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്? അത് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് തന്നെ അതായത് ആദ്യം തൊട്ട് ഇപ്പോൾ വരെ നിൽക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കുറേ പേര് ഇൻസ്റ്റഗ്രാമിൽ മെൻഷൻ ചെയ്യും സ്റ്റോറി. അവർക്ക് പ്രൊഡക്ട്സ് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആകും. കാരണം അവർ ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് പുതിയത് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അവർ സ്റ്റോറി മെൻഷനൊക്കെ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അവർ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രാൻഡ് അവരുടെ സ്റ്റോറി ഷെയർ ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതായിരിക്കും.
അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് ആണ് യൂസ് ചെയ്ത് ഇപ്പോൾ യൂസ് ചെയ്തപ്പം വലിയ വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ സാധാ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത് സാധാ ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ ഇമ്പാക്റ്റ് ഈസ് വെരി ബിഗ്. കാരണം ഒരു സിംഗിൾ പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് ഡീകമ്പോസ് ചെയ്ത് പോകാൻ 5000 വർഷം വരെ എടുക്കും. പക്ഷേ ഈ ഒരു ബാംബൂ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാൻ വീക്സ് കൊണ്ട് തന്നെ, ആഴ്ചകൾ കൊണ്ട് തന്നെ അത് മണ്ണിനോട് അലിഞ്ഞു പോകും. നമ്മൾ സാധാ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. അപ്പൊ 6 ഇതിന്റെ ഒരു മാസത്തിൽ കാലാവധി കൂടുതൽ ഇല്ല. യൂസ് ചെയ്യാം. സാധാ ബ്രഷ് ഉപയോഗിക്കുന്ന ആ അതേ കാലാവധിയിൽ തന്നെ അതെ, ഉപയോഗിക്കാം, 6 മാസത്തിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യാൻ നോർമൽ പറ്റും, ടൂത്ത് ബ്രഷ് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ ഇപ്പൊ ഒരുവിധം എക്സ്പാൻഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ ഗ്രാജുവേറ്റഡ് ആയി. ആ. BSc ഓണേഴ്സ് അഗ്രികൾച്ചർ 4 വർഷത്തെ കോഴ്സായിരുന്നു. ആ. ഗുജറാത്തിലാണ് ചെയ്തത്. അപ്പൊ അതൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് അപ്പൊ ഇനി അടുത്തത് ഈ ഒരു എക്സ്പാൻഷനോട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ആ തന്നെയാണ്. ഉറപ്പായിട്ടും. അപ്പൊ പത്തനംതിട്ടയിൽ തന്നെ ഇനി ഇതിന്റെ ഒരു ബ്രാഞ്ചസോ അങ്ങനെ എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ? നിലവിൽ എന്ന് വെച്ചാൽ ഇതിനൊരു ഷോപ്പായിട്ട് തുടങ്ങാൻ വേണ്ടി ഒരു ഇതില്ല. പക്ഷേ ഭാവിയിൽ വരാം ഉറപ്പായിട്ടും. അപ്പോൾ ഈ പറഞ്ഞില്ലേ ഓരോ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ആൾക്കാർ ചോദിക്കുന്നതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തു തരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ ഒരു കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ അവരിലെ ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസം അവരെ ഏൽപ്പിക്കാനും ഏത് കമ്പനിയാണോ അത് ഏൽപ്പിച്ചത് അതിനെ കുറിച്ചൊന്ന് പറയാം. ആദ്യം പ്രൊഡക്ട്സ് എടുത്ത കമ്പനി തന്നെയാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. 4 വർഷമായിട്ട് വി ആർ ഹാവിങ് എ ടൈ അപ്പ്, ലൈക്ക് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭാവിയിലാണെങ്കിൽ നമുക്ക് കേരളത്തിലൊരു മാനുഫാക്ചർ യൂണിറ്റ് ഇടണം എന്നൊരു തോട്ടുണ്ട് എനിക്ക് വിത്തിൻ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ. അപ്പം എന്തായാലും ആ ഒരു കമ്പനിയുടെ ഹെൽപ്പ് എനിക്ക് വേണം. കാരണം മെഷീനറീസ് ആയാലും കാര്യങ്ങളായാലും എല്ലാം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. കേരളത്തിൽ നിലവിൽ ഇതുവരെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് കേരളത്തിലില്ല ഇതുപോലെ ബാംബൂ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ. അപ്പോ ഇങ്ങനെ സ്വന്തമായിട്ടൊരു വിശ്വാസം, ആ ആത്മവിശ്വാസത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ഉറപ്പായിട്ടും. സംരംഭം. അത് പിന്നെ മറ്റ് ഇപ്പൊ ഒരു ടീമാണെങ്കിൽ അതിലും ഒരു വിശ്വാസം ഉം. അല്ലേ, എല്ലാവരും വിശ്വാസത്തിൽ അതെ നിന്നാണ്. അതെ അതെ. അപ്പോൾ ഇനിയും ആ ഒരു ട്രസ്റ്റില് കസ്റ്റമേഴ്സിന്റെയും ട്രസ്റ്റ് ഉം. കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആകാശിന് കഴിയട്ടെ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ കാണുമ്പോൾ ഇതിലും നല്ല ഈ യെസ് പറയുന്ന യെസ്. കണക്ക് വരുമാനം, അതെ റീഇൻവെസ്റ്റ് ചെയ്യാതെ അത് അല്ലാതെ ഇൻകം ആയിട്ട് തന്നെ മാറി അതെ. ആകാശിനൊരു എന്താണ് കൂടുതൽ ഡെവലപ്ഡ് ആയിട്ട് നല്ല ഒരു എന്താ പറയാ വളർച്ചയിലേക്ക് വരട്ടെ. ഓക്കെ താങ്ക് താങ്ക് യു. യു.